ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രഷർ പമ്പുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യാൻ നോക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ അതേപോലെ പുതിയതായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മൊത്തത്തിൽ വാച്ച് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പ്രഷർ മോട്ടർ എന്തിനാണ് വെക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. ഈ പ്രഷർ മോട്ടർ വെക്കുന്നത് പറയുന്നത് നമുക്ക് ഇപ്പോൾ മോൾ ഭാഗത്തേക്ക് പ്രഷർ കിട്ടില്ല എന്നെങ്കിൽ മോൾ ഭാഗത്ത് മാത്രമായിട്ട് ഇപ്പോൾ 2 ബാത്റൂം ഉണ്ടെങ്കിൽ അവിടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രഷർ മോട്ടർ വെക്കാം. താഴോട്ട് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 2 നിലയുടെ ഹൈറ്റ് ആവുകൊണ്ട് പ്രഷർ കറക്റ്റായിട്ട് ചില ലൈനിലൊക്കെ കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ വെക്കണ്ട. പക്ഷേ ഇത് കാരണം നമ്മളിപ്പോൾ താഴത്തെ ഈ ഭാഗത്താണ് നമ്മൾ ഈ മോട്ടർ വെക്കുന്നത്. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മൊത്തം 5 ടാങ്കാണ് ടോട്ടൽ വരുന്നത്. 5 ടാങ്ക് എന്ന് പറയുമ്പോൾ 750ൻ്റെ 4 ടാങ്കും 1000ൻ്റെ 1 ടാങ്കുമാണ് വരുന്നത്. അങ്ങനെ മൊത്തം 5 ടാങ്ക്. അപ്പോൾ ഈ 750ൻ്റെ ടാങ്ക് എന്ന് പറയുന്നത് 750ൻ്റെ ടാങ്ക് 4 ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് 4 മൂലക്കായിട്ട് വെച്ചിരിക്കുകയാണ്. 750ൻ്റെ അവിടെ 3000 ലിറ്റർ മുനിസിപ്പാലിറ്റി വെള്ളം കയറുന്ന വെള്ളമാണത്. അതേപോലെ കിണറ്റിൽ നിന്ന് അടിച്ച് കയറ്റുന്നത് ഏറ്റവും ടോപ്പിൽ 2ാം നിലൻ്റെ മുകളിലാണ് 1000 ലിറ്ററിൻ്റെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മുകളിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള മോൾ ഭാഗത്തൊക്കെ അവിടേക്കൊക്കെ മോൾ ഭാഗത്തൊക്കെ ഒരു ബാത്റൂമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പിന്നെ അത്ര പ്രഷർ ആവശ്യമില്ല. പക്ഷെ താഴോട്ടാണ് ഇവർ അധികം ഉപയോഗിക്കുന്നത്. മൊത്തം 3 ബാത്റൂമിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതായത് കോമൺ ബാത്റൂം, ഉള്ളിൽ 2 ബാത്റൂം ഒക്കെ ചെറിയ ബാത്റൂമാണ്. അധികം ഷവറും കാര്യങ്ങളും അത്ര വലിയ ഷവറൊന്നല്ല വെച്ചിരിക്കുന്നത്, ചെറിയൊരു ഷവറാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മെയിനായിട്ട് വാഷ് ബേസിലും ഇതിലൊന്നും വെള്ളം തീരെ വരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വെക്കാൻ മെയിൻ കാരണം. മാക്സിമം എല്ലാ പ്രഷർ പമ്പും ഔട്ട്ലെറ്റും ഇൻലെറ്റും 1 ഇഞ്ചാണ് വരാറ്. അപ്പോൾ നമ്മൾ ടാങ്ക് ലൈനൊക്കെ ചിലപ്പോൾ 1.5 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ ചില ഭാഗങ്ങളിൽ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭാഗത്ത് 1.25 ഇഞ്ച് പൈപ്പാണ് അടിച്ചിരിക്കുന്നത് ടാങ്ക് ലൈനിന് ഔട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് ടാങ്ക് കണ്ടർ അല്ല 1 ഇഞ്ച് അഡാപ്റ്റർ ഇട്ടതിന് ശേഷം ഒരു യൂണിയൻ വെച്ചിട്ട് അതിൻ്റെ അവിടുന്ന് റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. തൊട്ടടുത്ത് തന്നെ റെഡ്യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ വെച്ചിട്ടാ ചെറിയ പൈപ്പായിട്ട് തന്നെ കൊണ്ടുവരാതെ വലിയ പൈപ്പായിട്ട് തന്നെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് നിൽക്കുക. പിന്നെ അതേപോലെ പ്രഷർ പമ്പ് വെക്കുന്ന സമയത്ത് സ്ക്രൂ ചെയ്ത് മാക്സിമം ഒന്ന് ടൈറ്റാക്കി വെക്കുക. കാരണം ഈ പ്രഷർ ഇങ്ങനെ ജെർക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടർ ചിലപ്പോൾ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പൈപ്പ് ലൂസായിട്ട് യൂണിയനൊക്കെ ലീക്കേജ് ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് സ്ക്രൂ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് എപ്പോഴും. പിന്നെ പിന്നെ മെയിനായിട്ടുള്ള സംഭവം ഇതിന് മൊത്തം ടോട്ടൽ 3 വാൾവ് വെച്ചിട്ട് ചെയ്യുക. നോർട്ടൺ വാൾവ് വെച്ച് ചെയ്യുക, കുഴപ്പമൊന്നും വരില്ല. പക്ഷേ അതിനേക്കാളും നല്ലത് വാൾവ് വെച്ച് ബൈപ്പാസ് ചെയ്യാൻ ലെവലിൽ ചെയ്യായിരിക്കും നല്ലത്. MTA സെറ്റ് ചെയ്യുമ്പോൾ ടഫോൺ ടാപ്പും ഷെല്ലാക്കും വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുക. അധികം ചുറ്റിയിട്ട് നല്ലോണം ചുറ്റാൻ നോക്കുക. കാരണം ഒരുപാട് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ പ്രഷർ പമ്പ് എന്താ പറയാൻ കാരണം നമ്മൾ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഡ്രോപ്പ് ഒറ്റിയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് പ്രഷർ പമ്പ് ഓണാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മറ്റേ ടഫോൺ ടാപ്പും ഷെല്ലാക്കൊക്കെ ഇട്ടിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ. പിന്നെ എന്തോ ഓവർ ടൈറ്റ് ചെയ്യരുത്, മാക്സിമം ഒരു മീഡിയം ടൈറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ MTA പൊട്ടിപ്പോവും. അതേപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡിലും ടൈറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത് യൂണിയൻ വെച്ചിട്ടാണിത് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്. യൂണിയൻ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ മോട്ടർ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ആവുകയാണെങ്കിൽ നമുക്കത് അയച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഈസി ആയിട്ട് മുറിക്കാതെ തന്നെ നമുക്കത് യൂണിയൻ വെച്ച് അയച്ച് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ യൂണിയൻ വെച്ച് ചെയ്യാൻ പറയുന്നത്. പ്രഷർ മോട്ടർ ആയതുകൊണ്ട് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് അയച്ചു കൊണ്ടുപോകാൻ എളുപ്പമാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോർട്ടൺ വാൾവ് വരുന്നുണ്ട് കേട്ടോ. മോട്ടറിൻ്റെ ഉള്ളിൽ തന്നെ നോർട്ടൺ വാൾവ് വരുന്നുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് നോർട്ടൺ വാൾവ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ യൂണിയൻ്റെ ഒക്കെ എടുക്കുമ്പോൾ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള യൂണിയൻ എടുക്കാൻ നോക്കുക. എന്താ വെച്ചിട്ട് അത് നമുക്ക് പ്രഷർ വരിക കാരണം കൊണ്ട് ലീക്കേജ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള യൂണിയൻ എടുക്കാൻ ഞാൻ പറയുന്നത്. താഴത്ത് ഞാൻ പറഞ്ഞല്ലോ 2 ബാത്റൂം 3 ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു ബാത്റൂം മാത്രമാണ് നമ്മൾ പുഷ് കോക്ക് വരുന്നത്. അത് ഡയറക്റ്റ് മുകളിലത്തെ ടാങ്ക് എന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അതിലേക്ക് പ്രഷർ എന്തായാലും പോവില്ല. സാധാരണ പിന്നെ വരുന്നത് സാധാ യൂറോപ്യൻ ക്ലോസറ്റാണ്. അപ്പോൾ സാധാരണ വരുന്ന അതിക്ക് നമ്മൾ സാധാ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് നമ്മൾ ഈ പ്രഷർ പമ്പിൻ്റെ കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ മിക്കവാറും ലീക്കാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇത്രയും ലോഡുള്ള സംഭവം കൊടുക്കുമ്പോൾ ചിലപ്പോൾ പഴയ സാധനമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. പൊട്ടിത്തെറിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ട് പോരും. കാരണം
പാരിവെയറിൻ്റെ ഒക്കെ പഴയ മോഡൽ ക്ലോസറ്റാണൊക്കെ ഈ വീടിൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പോൾ 2 ബാത്റൂം പുതിയ ബാത്റൂമാണ്, അതുകൊണ്ട് അവിടെ കുഴപ്പം വരുന്നില്ല. ബാക്കി ഒരു ബാത്റൂം കുറച്ച് പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇത് ഓണാക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെങ്ങനെ ഉണ്ടെന്ന്. ബാക്കിയുള്ളത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാം. അതേപോലെ തന്നെ കണക്ഷൻ ട്യൂബൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കണക്ഷൻ ട്യൂബ്, വാഷ് ബേസിൽ കൊടുത്ത കണക്ഷൻ ട്യൂബ്, അതൊക്കെ ചിലപ്പോൾ ലീക്ക് വരാൻ കുറച്ച് ചാൻസ് കൂടുതലാണ്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ 2 വർഷം 3 വർഷം മുമ്പ് ഒരു പ്രഷർ പമ്പ് ലൂബി പറഞ്ഞ കമ്പനിയുടെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയുടെ പ്രഷർ പമ്പ് വെക്കുന്ന സമയത്ത് ഞാൻ അവിടെ മൊത്തം കൺസീൽ ഫസ്റ്റ് ടാങ്കാണ്. അപ്പോൾ ഈ കൺസീൽ ഫസ്റ്റ് ടാങ്ക് ആയതുകൊണ്ട് ഒരു ഭാഗത്തേക്കും ഞാൻ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ പ്രഷർ കേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ പ്രഷർ കേജ് അതിന് സെപ്പറേറ്റ് 2 ലൈൻ അടിക്കുന്നുണ്ടായിരുന്നു. കാരണം പ്രഷർ കേജിന് ഒരു ലൈനും ഇതിന് സെപ്പറേറ്റ് വേറെ ലൈനുമാണ് അടിച്ചത്. അതിൻ്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ പ്രഷർ സ്വിച്ചാണ്. കാരണം ഇതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രഷർ ലോഡാകുമ്പോൾ അത് കട്ടാകാനുള്ള സ്വിച്ചാണ് ആ സംഭവം. അപ്പോൾ ആ സ്വിച്ചിനനുസരിച്ചിട്ട് വേണം ഈ പൈപ്പ് കട്ട് ചെയ്ത്, ഓരോ മോഡലിനും ഓരോ ലെവലിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ആ പൈപ്പിനനുസരിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഷറിൻ്റെ 2 ലൈൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രഷർ പമ്പിനും സാധാ ടാങ്ക് ലൈനും സെപ്പറേറ്റ് 2 ലൈൻ. അപ്പോൾ ടാങ്ക് ലൈനിൽ അതായത് ഫ്ലഷ് ടാങ്ക് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലഷ് ടാങ്കിന് മാത്രമാണ് ഒരു ടാങ്ക് ലൈൻ വേറെ സെപ്പറേറ്റ് അടിച്ചത്. അതിൻ്റെ മെയിൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കൺസീൽ ഫസ്റ്റ് ടാങ്ക് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ കൺസീൽ ഫസ്റ്റ് ടാങ്ക് ഒരു 4 ബാത്റൂമിലുണ്ടെങ്കിൽ ഈ 4 ബാത്റൂമിൽ നമ്മൾ സെപ്പറേറ്റ് പ്രഷർ പമ്പ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും വരില്ല. പക്ഷേ ഈ കറണ്ട് എന്തെങ്കിലും കുടുങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ രാത്രിയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ കറണ്ടൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ ഈ മോട്ടർ ഓൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായി വരും, നമുക്ക് പാർട്ടിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പ്രഷർ പമ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള മെയിൻ കാരണം കേട്ടോ. ഞാൻ ഇനി എവിടെ ചെയ്യുകയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം അത് മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം തന്നെയാണ്. ഇത് കറണ്ട് നമുക്കറിയാമല്ലോ, കൺസീൽ ഫസ്റ്റ് ടാങ്കിലൊക്കെ മെയിനായിട്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ലീക്കേജ് മൊത്തത്തിൽ വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിലവിൽ പഴയ വീടാണ്, പഴയ ബാത്റൂമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതാണ് അതിൻ്റെ പ്രഷർ സ്വിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം ടെഫ്ലോൺ ടാപ്പ് ഇട്ട് ടൈറ്റ് ആക്കുക. അതിനുള്ളിൽ റബ്ബർ വാഷറൊക്കെ വരുന്നുണ്ട്, എന്നാലും ടെഫ്ലോൺ ടാപ്പ് ഇട്ട് ടൈറ്റ് ആക്കുക. ഇത് പഴയ ബാത്റൂമും പഴയ ലൈനൊക്കെ ആയതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ പൈപ്പൊക്കെ പഴയ പശ ആയതുകൊണ്ട് ചിലപ്പോൾ വിട്ടുപോരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഇല്ലയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് വെക്കാൻ മെയിൻ കാരണമായത്. പിന്നെ അതേപോലെ ഉള്ളിലത്തെ 2 ബാത്റൂം ഇവർ രണ്ടാമത് റീവർക്ക് ചെയ്തുകൊണ്ട് പുതിയ ലൈൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ആ പ്രശ്നം വരാൻ പോകുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു ബാത്റൂമാണ് പുറത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പറയുന്നത് വീടിൻ്റെ പുറത്ത് തന്നെ ഒരു ചെറിയ ബാത്റൂമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ 2 ബാത്റൂമുണ്ട്, ഒന്ന് ടോയ്ലറ്റും ഒന്ന് കുളിമുറിയായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ മോട്ടർ വെക്കേണ്ട തൊട്ട് ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ ടാങ്കുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവർ ഏറ്റവും യൂസ് ചെയ്യുന്ന ബാത്റൂം ഇതാണ്. കാരണം ഇതിലൊക്കെയാണ് പ്രഷർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അവർ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രഷർ സ്വിച്ച്. അപ്പോൾ അതിൽ ഈ മോട്ടറിൽ നിന്ന് വരുന്ന ലൈന് മെയിൻ കണക്ഷൻ അല്ല, ഈ പമ്പിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ലൈൻ, അതായത് ഇത് കട്ട് ഓഫ് ആവാനുള്ള ലൈനിൻ്റെ സ്വിച്ച് അതിൽ കൊടുക്കണം. അതിൽ 2 ഇത് വരുന്നുണ്ട്, ലെഗ് വരുന്നുണ്ട്, അതിലിട്ട് കൊടുക്കുക വേണ്ടത്. അപ്പോൾ അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോ കമ്പനിയിലും ഓരോരോ സ്വിച്ച്. അപ്പോൾ വി ഗാർഡിൻ്റെ ഒക്കെ ആണെങ്കിൽ വേറെ മോഡലായിരിക്കും വരിക. അതേപോലെ തന്നെ അത് കൊടുക്കുമ്പോൾ പ്ലസും മൈനസും നോക്കേണ്ട ആവശ്യമില്ല ഇതിൽ. കാരണം രണ്ടും ഒരു കളറിലാണ് വന്നുകൊണ്ട് അതിൻ്റെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് അതിൽ ഏകദേശം കണക്ഷൻ കൊടുക്കുക. ഇതിൽ തന്നെ ഒരു മഞ്ഞ കളർ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് സ്വിച്ച്, അതായത് മോട്ടർ കട്ട് ഓഫ് ആവാനുള്ള ഇത് സ്വിച്ച് നമുക്ക് എത്ര കൺട്രോൾ ചെയ്യണം എന്നൊക്കെ അവിടെയാണ് വരുന്നത് കേട്ടോ. ആ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് തിരിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യേണ്ടത്. ഈ മോട്ടറിന് പ്രഷർ മീറ്റർ, അതായത് നമുക്ക് പ്രഷർ എത്ര ബാറിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മീറ്ററൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. പക്ഷേ അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വാങ്ങി വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ അറിയില്ല. ഈ കമ്പനിയുടെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, ഈ പ്രഷർ മോട്ടർ ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്തതിന് ശേഷം ഈ അടപ്പടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് വളച്ച് വെക്കേണ്ടി വരും. അടപ്പടക്കുമ്പോൾ അത് തടസ്സം വരുന്നുണ്ടായിരുന്നു. നേരത്തെ ഞാൻ നോക്കിയപ്പോൾ അത് തടസ്സം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലിപ്പൊന്ന് വളച്ച് വെക്കേണ്ടി വരും. അതൊന്ന് വളച്ച് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അടക്കാൻ പറ്റുള്ളൂ.
പിന്നെ ഒന്നാമത് ആ ക്ലിപ്പിൻ്റെ ആ മോൾ ഭാഗം കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. കാരണം ക്ലിപ്പ് തന്നെ ശരിക്കും പോലെ അഡാപ്റ്റർ എന്ന് പറഞ്ഞു പിന്നിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു കറുത്ത ടാങ്ക് പോലത്തെ ഉള്ളത് കണ്ടോ, അതാണ് അതിൻ്റെ പ്രഷർ, അതിൻ്റെ കേജ്. അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ടാപ്പ് തുറന്നിട്ട് ഉടനെ ചിലപ്പോൾ കുറച്ച് നേരത്തിന് വർക്ക് ചെയ്യില്ല, കുറേ ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞിട്ടേ വർക്ക് ചെയ്യുള്ളൂ മോട്ടർ. കാരണം മോട്ടറിന് പെട്ടെന്ന് ചൂടാവാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത്. പക്ഷെ അതില്ലാതെ ഈ മോട്ടർ ഇപ്പോൾ വേറെ ഒരു വി ഗാർഡിൻ്റെ ഒക്കെ വരുന്നുണ്ട്, അങ്ങനത്തെ ചെറിയ മോട്ടർ, അതായത് 1.5 HP അല്ലെങ്കിൽ 1.5 HP മോട്ടറിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് പ്രഷർ സ്വിച്ച് വാൾവ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള വരുന്നുണ്ട്. പക്ഷേ വി ഗാർഡിൻ്റെ വലുതിൽ വരുന്നത് വലിയ കുറ്റിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് വി ഗാർഡിൽ ഇതേപോലെ തന്നെ ഇത് ചെറുത് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ചെറിയതൊന്ന് വരുന്നുണ്ട്, നമുക്ക് സാധാരണ ഒരു ബാത്റൂമിലൊക്കെ കൊടുക്കാൻ പറ്റിയത്, അത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ കേജ് ആണ് നമുക്ക് അതിൻ്റെ മോട്ടറിൻ്റെ പ്രഷർ, അതായത് പ്രഷർ പറഞ്ഞാൽ പ്രഷറിന് കൂട്ടാനുള്ള സാധനമല്ല, നമുക്ക് കട്ട് ഓഫ് ആവണം പെട്ടെന്ന്. അത് കട്ട് ഓഫ് ആകുമ്പോൾ പെട്ടെന്ന് പിന്നെ രണ്ടാമത് ടാപ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് ഓൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ആ സാധനം. പിന്നെ ഈ മോട്ടർ, ഇങ്ങനത്തെ മോട്ടറൊന്നും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം, അത് വലിപ്പമുള്ള ബാത്റൂം എന്ന് പറയുമ്പോൾ ഈ ഷവറൊക്കെ നമ്മൾ ബോഡി ജെറ്റൊക്കെ ഉള്ള ഷവർ, അങ്ങനത്തെ കടന്നു കുടിക്കുന്ന ഡബ്ബിലൊന്നും കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ പമ്പൊന്നും വെക്കാൻ പാടില്ല. കാരണം അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മോട്ടർ കത്തിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ 4 ബാത്റൂം, 5 ബാത്റൂം, 6 ബാത്റൂം അങ്ങനെ പമ്പുകൾ ഒരുപാട് തരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പമ്പൊക്കെ വെക്കണം. ഇത് കുറച്ച് പ്രഷർ കമ്മിയായ പമ്പാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ ഒരു പഴയ ബാത്റൂമും പഴയ ലൈനൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ ഫിറ്റിങ്സൊക്കെ ആണ്, ചിലപ്പോൾ ഒക്കെ ഒന്ന് പൊട്ടിപ്പോരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ വെക്കുന്ന രീതിയാണ്, ഓരോരുത്തരും ഓരോ രീതിയിൽ വെക്കുക. കാരണം 2 നോർട്ടൺ വാൾവ് വെച്ചിട്ടൊക്കെ ചെയ്യുക. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. കാരണം മാനുവലായിട്ട് 2 യൂണിയൻ വെച്ചു, അതിന് ഒരു യൂണിയൻ്റെ അപ്പുറത്ത് വാൾവ്, ഇന്നിലും ഔട്ടിലും 2 വാൾവ് വെക്കും ഞാൻ. അത് വെക്കാനുള്ള കാരണം നമുക്ക് ഏതെങ്കിലും കാരണവശാൽ മോട്ടർ ഇപ്പോൾ അയച്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ആ യൂണിയൻ അയച്ചിട്ട് നമുക്ക് 2 വാൾവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബൈപ്പാസ് ചെയ്യാനുള്ളൊരു വാൾവ് അതിന് തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് ആയിട്ട് വീട്ടുകാർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ചിലപ്പോൾ ഈ മോട്ടറൊക്കെ അയച്ചു കൊണ്ട സമയത്ത് ചിലപ്പോൾ വൈൻഡിങ് കത്തിപ്പോവുക എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ തന്നെ ചിലപ്പോൾ 2-3 ദിവസം ചിലപ്പോൾ ഇത് കൊണ്ടുവരാനുള്ള താമസം പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ്. പക്ഷേ ഇത് പുതിയതായി വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പറയുന്നത്. പിന്നെ അതേപോലെ സെൻറ്ററത്തെ വാൾവ് എന്തിനാണെന്നുള്ളത് ചോദിക്കണ്ട. അപ്പോൾ സെൻറ്ററത്തെ വാൾവിന് പകരം നമുക്ക് നോറിട്ടൻ വാൾവ് വെക്കാമല്ലോ. നോറിട്ടൻ വാൾവ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് കുറേ ഓടുമ്പോൾ ഈ നോറിട്ടൻ വാൾവിൻ്റെ ഉള്ളിലത്തെ ബ്രാസ് ചിലപ്പോൾ ലൂസായിട്ട് ചിലപ്പോൾ സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താവും, ഇതിലത്തെ വെള്ളം ചിലപ്പോൾ പ്രഷർ ഓൺ ആകുമ്പോൾ ടാങ്കിലേക്ക് തന്നെ അടിച്ച് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നോറിട്ടൻ വാൾവ് വെക്കായിരുന്നു. കാരണം ഞാൻ വാൾവ് തന്നെ വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, നമുക്ക് അയച്ചു കൊണ്ടുവരുന്ന സമയത്ത് വാൾവ് തിരിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ വാൾവ് വെച്ചിരിക്കുന്നത്. കാരണം ഈ 2 വാൾവ് ഇപ്പോൾ ഇന്നും ഔട്ടും ക്ലോസ് ചെയ്തതിന് ശേഷം ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ആ വാൾവ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ടാങ്കിലത്തെ വെള്ളം കിട്ടും. മോട്ടർ അയക്കുന്ന സമയത്ത് മാത്രം കേട്ടോ, കംപ്ലൈൻ്റ് ഉള്ള സമയത്ത്. അല്ലാത്ത സമയത്ത് ഒരിക്കലും അത് തുറക്കാൻ പാടില്ല. പിന്നെ എപ്പോഴും നമ്മൾ പ്രഷർ പമ്പ് വെക്കുന്ന സമയത്ത് മെയിനായിട്ട് എർത്തിങ് പ്രോപ്പറായിട്ട് ചെയ്യുക. ചില കമ്പനിയിൽ ഇതുണ്ടാവില്ല കേട്ടോ, കോഡ് വയറിൽ തന്നെ എർത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോഡിയിലെങ്കിൽ എർത്ത് നമ്മൾ ചെയ്യണം. മറ്റേതിൽ പറഞ്ഞാൽ സാധാരണ 3 പിൻ ടോപ്പ് ഉണ്ടാവും, അതിൽ 3 പിൻ ഉണ്ടാവും, അതിലേക്ക് എർത്ത് കൊടുക്കുക ചെയ്യാറ്. പക്ഷേ ചില മോട്ടറിൻ്റെ ബോഡിയിലായിരിക്കും ചിലപ്പോൾ എർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബോഡിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എർത്ത്. എന്താ പറയാൻ കാരണം എന്ന് കഴിഞ്ഞാൽ ELCP പോലുള്ള സംഭവങ്ങൾ ട്രിപ്പ് ആവാനും അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ ഉപയോഗിക്കുന്ന സാധനമല്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇതിൽ നീല വയറാണ്, ഞാൻ 1.5 വയറാണ് എർത്തിന് കൊടുത്തിരിക്കുന്നത്. 2.5 മോട്ടറിൻ്റെ കണക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോട്ടർ വെച്ചപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് മൊത്തത്തിൽ നനഞ്ഞ് പിണ്ടിയായിരിക്കുന്നത്. നല്ല മഴയുണ്ടായിരുന്നു, നല്ല ഇടിയും മഴയൊക്കെ പെയ്യായിരുന്നു. അപ്പോൾ അതാണ് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ബോഡിയിൽ നമ്മൾ എർത്ത് കൊടുത്തിട്ടുണ്ട്, ബോഡിയിൽ എർത്ത് കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ പോലെ ഇതിൻ്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഒരിക്കലും മോട്ടറിൽ നിന്നുള്ള പ്രഷർ സ്വിച്ചിക്കുള്ള കണക്ഷനിൽ ഫേസ് നോട്ടർ കൊടുക്കരുത്, എപ്പോഴും ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഞാൻ പറഞ്ഞല്ലേ 2.5 വയറാണ് ഇതിന് ഫേസ് നോട്ടറും കൊടുത്തിരിക്കുന്നത്, എർത്തിന് 1.5 ആണ് ഇട്ടിരിക്കുന്നത്.
അപ്പോൾ മാക്സിമം എല്ലാം നല്ല കട്ടിംഗ് പ്ലെയർ വെച്ച് നല്ല പിരിച്ചിട്ട് അത്യാവശ്യം ജോയിൻ്റ് ചെയ്ത് ടാപ്പ് അടിച്ചിടുക. ടാപ്പ് അടിക്കുമ്പോൾ നല്ല ടാപ്പ് അടിച്ച് നല്ല ചുറ്റുക. കാരണം വെള്ളം ഏതെങ്കിലും ലീക്കേജ് ആയിക്കഴിഞ്ഞാൽ ഇത് മറ്റേ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ ഇതിന് 32 ആംപിയറിൻ്റെ DP സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വയറ് നമ്മൾ എർത്തും ഫേസ് ന്യൂട്രലും ഒക്കെ ടാപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ടാപ്പ് അടിച്ചൊന്ന് വൃത്തി പോലെ നിങ്ങൾ ലെവൽ പോലെ ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല 3 വാൾവ് വെച്ചിട്ടുണ്ട്. മോട്ടറിൻ്റെ അവിടുത്തെ രണ്ടും ക്ലോസ് ചെയ്തിട്ട് മറ്റേ തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് ആയിട്ടാണ് ഇപ്പോൾ ഈ നിലവിലിപ്പോൾ കിടക്കുന്നത്. 2 വാൾവ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ബൈപ്പാസ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ അതേപോലെ 2 45 വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത്. മോൾക്കും അതേപോലെ ഒരു എൽബോ 45 വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടാപ്പൊന്ന് തുറന്ന് നോക്കാം. ടാപ്പൊക്കെ തുറന്ന് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അതേപോലെ ഇനി വാഷ് ബേസും തുറന്ന് നോക്കാം. വാഷ് ബേസിലും നല്ല സ്പീഡുണ്ട് കേട്ടോ. കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ആദ്യമൊക്കെ വന്നിരുന്നു പറഞ്ഞാൽ നൂല് പോലെ വന്നിരുന്നു. അത്രയും സ്പീഡ് കമ്മിയായിരുന്നു. കാരണം ഇതിൻ്റെ മുകളിൽ ആ 7 അടിക്കാണ് ടാങ്ക് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതേപോലെ ഇതൊരു വാട്ടർ ഹീറ്ററിൻ്റെ ടാപ്പാണ്. അതും നല്ല സ്പീഡുണ്ട്. അപ്പുറത്തുള്ള പച്ചവെള്ളത്തിൻ്റെ ടാപ്പ്. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. നല്ല അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെയാണ് കാര്യങ്ങൾ സെറ്റാണ്. ഷവറൊക്കെ അത്യാവശ്യം സ്പീഡുണ്ട്. ഷവർ ചെറുതായിട്ട് ലീക്കേജൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കംപ്ലൈൻ്റ് ആണ്. അത് കുഴപ്പമില്ല, നമുക്ക് ഷവർ മാറ്റാം. അപ്പോൾ അതേപോലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. അതായത് മോട്ടറിന് ഇന്നും ഔട്ടിൽ 2 വാൾവ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഇന്നും ഔട്ടിൽ 2 വാൾവ് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് യൂണിയൻ വഴി നമുക്ക് അയച്ച് മോട്ടർ റിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും കൊണ്ടുപോകാം. അതേപോലെ മുകളിലൊരു സെൻറ്ററിലൊരു വാൾവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 വാൾവ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആ വാൾവ് തുറന്നു കഴിഞ്ഞാൽ ബൈപ്പാസ്സായിട്ട് വെള്ളം പഴയതുപോലെ പ്രഷർ ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ മെയിൻ ഉപയോഗം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ തന്നെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതുതായി കാണുന്നവരാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.